ഇലക്ട്രൽ ബോണ്ടുകൾ റദ്ദാക്കിയ സുപ്രീം കോടതിയുടെ സുപ്രധാനമായ വിധി, ആ ഞെട്ടലിൽ നിന്ന് BJP ഇപ്പോഴും മാറിയിട്ടില്ല എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു പ്രസ്താവന. BJP അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി ഇലക്ട്രൽ ബോണ്ട് നിരോധിച്ചിട്ടുള്ള റദ്ദാക്കിയ വിധി വന്നപ്പോൾ. കാരണം കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്നും സഹസ്രകോടി പണം ഇങ്ങനെ ബാങ്ക് വഴി ശേഖരിക്കാവുന്ന ഒരു സംവിധാനത്തെയാണ് തുല്യനീതിക്ക് നിരക്കാത്തതാണെന്നും ആർട്ടിക്കിൾ 19 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം ഇത് ഭരണഘടനാ വിരുദ്ധമാണോ എന്നും പറഞ്ഞിട്ട് സുപ്രീം കോടതി അത് റദ്ദാക്കിയത്. ആ ഞെട്ടല് പെട്ടെന്നൊന്നും BJPക്ക് തീരത്തില്ല. അതിൻ്റെ തെളിവാണ് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയൊരു പ്രസ്താവന. അതായത് എന്തു വന്നാലും അതിനെ ന്യായീകരിക്കാനും വെള്ളപൂശാനും ഈ ചില പുരാണങ്ങളിൽ നിന്നൊക്കെ ചില ഉദ്ധരണികൾ ഇങ്ങോട്ട് കോട്ട്സ് എടുക്കും. പുരാണമോ അല്ലെങ്കിൽ ഭാഗവതമോ അല്ലെങ്കിൽ രാമായണമോ മഹാഭാരതമോ ഒക്കെ വെച്ചിട്ട് ചില കോട്ട്സ് എടുക്കും, ഉദ്ധരണികൾ എടുത്തിട്ട് അതിനെ ന്യായീകരിക്കുന്ന വളരെ പരിഹാസ്യമായൊരു രീതിയാണ് BJP പലപ്പോഴും സ്വീകരിക്കുന്നത്. ഈ സുപ്രീം കോടതി ഇലക്ട്രൽ ബോണ്ട് കാര്യത്തിൽ പുറപ്പെടുവിച്ച വിധിയുടെ കാര്യത്തിലും നരേന്ദ്രമോദിയുടെ പ്രതികരണം അങ്ങനെയായിരുന്നു. അദ്ദേഹം പറഞ്ഞത് എന്താണ്? അത് നമുക്ക് ചിരി വരും. അതായത് കുചേലൻ, എൻ്റെ മലയാളമാണ്, കുചേലൻ കൃഷ്ണന് അവൽപ്പൊതി കൊടുക്കുന്നത് പോലും ഇക്കാലത്തായിരുന്നെങ്കിൽ സുപ്രീം കോടതി അത് അഴിമതിയായി വ്യാഖ്യാനിച്ചേനെ എന്ന്. എൻ്റെ അർത്ഥം എന്താണ്? അതായത് കുചേലൻ കൃഷ്ണന് അവൽപ്പൊതി കൊടുക്കുന്ന ആ പുരാണ കഥയുണ്ടല്ലോ, അത് കൊടുക്കുന്നത് ഇന്നായിരുന്നെങ്കിൽ നമ്മുടെ സുപ്രീം കോടതി അതിനെ അഴിമതിയായിട്ട് വ്യാഖ്യാനിച്ചേനെ എന്ന് വ്യാഖ്യാനിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പരോക്ഷമായിട്ട് പറയുന്നത് ഞങ്ങൾ ഇലക്ട്രൽ ബോണ്ട് വഴി സഹസ്രകോടികൾ നേടിയത് ന്യായമാണ്, നിങ്ങൾക്കെന്തോ കാര്യം സുപ്രീം കോടതി അത് നിരോധിക്കാൻ എന്നാണ് ഈ പറഞ്ഞ വാക്കിൻ്റെ അർത്ഥം, വാചകത്തിൻ്റെ അല്ലേ? ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാണിത് പറയുന്നത്. ഇത്രയും ചരിത്രപരമായൊരു വിധി വന്നപ്പോൾ ഈ സത്യം പറഞ്ഞാൽ ഈ ഗവൺമെന്റിന് തുടരാനുള്ള ധാർമ്മികതയില്ല അധികാരത്തിൽ. എത്ര 5000-ലധികം 6000-ഓളം കോടി രൂപയാണ് ഏറ്റവും ഒടുവിൽ ഇലക്ട്രൽ ബോണ്ട് വഴി BJP നേടിയത്. കോൺഗ്രസിനും കിട്ടി. കോൺഗ്രസിന് കിട്ടിയ കണക്ക് പറയാം. 400 കോടി രൂപ കോൺഗ്രസിന് കിട്ടി, 6000 കോടി രൂപ BJPക്ക് കിട്ടി. CPM ഒഴികെ, ഇടതുപക്ഷ പാർട്ടികളിൽ CPM ഒഴികെ എല്ലാവരും പ്രതിപക്ഷ പാർട്ടികളും ഇതിൻ്റെ ഈ ചക്കരക്കുടത്തിൽ കൈയിട്ടതാണ്, ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയവരാണ്, പൈസ പോക്കറ്റിലിട്ടവരാണ്. അപ്പോൾ BJPക്ക് ഇവിടുത്തെ ബലം എന്ന് പറയുന്നത് നിങ്ങളും ചക്കരക്കുടത്തിൽ കൈയിട്ടല്ലോ, അതുകൊണ്ട് നമ്മളെല്ലാം തുല്യരാണ്, അതുകൊണ്ട് ഇങ്ങോട്ട് വിമർശിക്കാൻ വരണ്ട. കോൺഗ്രസിന് പ്രതിപക്ഷത്തിന് ഏറ്റവും വലിയ ദുർബല നിമിഷങ്ങൾ രാഷ്ട്രീയത്തിൽ ഇതൊക്കെയാണ്. BJPയുടെ ഇലക്ട്രൽ ബോണ്ടിനെ നേരിടാൻ പ്രതിപക്ഷ പാർട്ടികൾക്ക് ആംബിയറില്ല, ധാർമ്മികതയില്ല, കോൺഗ്രസിനുൾപ്പെടെ. മറ്റ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം കൈപ്പറ്റിയ ഈ ചക്കരക്കുടത്തിൽ കൈയിട്ട് വാരിയവരാണ്. CPM മാത്രമാണ് അതിനെ കോടതി പോയത്. CPM ആണ് സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തത്. അങ്ങനെയാണ് ഈ വിധി വന്നിരിക്കുന്നത്. അപ്പം അതിനെ എത്ര നിസ്സാരമായ രീതിയിലാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇതിനെ ന്യായീകരിക്കുന്നത്. അതായത് കോർപ്പറേറ്റ് പണം അതിന് എത്ര കോടി വേണേലും കൊടുക്കാൻ, അതിന് ലിമിറ്റില്ല, ലിമിറ്റ് വരെ എടുത്തു കളഞ്ഞു. ആരുടെയൊക്കെ ആയിരിക്കും വരിക എന്ന് നമുക്കറിയാമല്ലോ. ഇവിടുത്തെ ഇന്ത്യൻ കോർപ്പറേറ്റുകളുടെ കോടിക്കണക്കിന് പൈസയല്ലേ വന്നത്. അത് മുഴുവനല്ലേ ഇലക്ഷൻ പ്രചരണത്തിന്, അതുപോലെ MLA-മാരെയും MP-മാരെയും വിലയ്ക്ക് വാങ്ങാനും ഭരണകൂടങ്ങളെ, സംസ്ഥാന സർക്കാരുകളെ അട്ടിമറിക്കാനും ഒക്കെ ഉപയോഗിക്കുന്നത് ഈ പണമാണല്ലോ. ഈ പണം തന്നെയാണ് ഞങ്ങൾ മുന്നൊരു വീഡിയോയിൽ പറഞ്ഞത്. ഈ 1000 കോടി രൂപയാണ് കേരളത്തിലെ ഇലക്ഷൻ ഫണ്ടിങ്ങിന് വേണ്ടി BJP സംഘപരിവാർ ചെലവഴിക്കുന്നത് ഈ ലോക്സഭ ഇലക്ഷനിൽ എന്ന് ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. അത് അത്ഭുതമല്ല. 1000 കോടി രൂപയാണ് ഇവിടെ ഒഴുക്കുന്നത്, ഈ കേരളത്തിൽ ഇലക്ഷന് വേണ്ടി BJP ഒഴുക്കുന്നത്. അത് പല രീതിയിലാണ്. മീഡിയയെ കയ്യിലെടുക്കാൻ ഇത്ര പൈസ, ചാനലുകളെ കയ്യിൽ വരുതിയിലാക്കാൻ ഇത്ര പൈസ, അങ്ങനെ പല രൂപത്തിൽ പല ആനുകൂല്യങ്ങൾ നൽകിയിട്ടാണ് BJP ഈ കളി കളിക്കുന്നത്. പണത്തിൻ്റെ ധാരാളിത്തത്തിൽ കളിക്കുന്ന കളിയാണിത്. ഇതിന് ഏറ്റവും ഗുണപ്പെട്ടതായിരുന്നു ഇലക്ട്രൽ ബോണ്ടുകൾ. സർവ്വ മാനദണ്ഡങ്ങളെ ലംഘിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കിയ ഇലക്ട്രൽ ബോണ്ട്. അതിന് SBIയെ കൂട്ടുപിടിച്ചിട്ട് SBI വഴി തെരഞ്ഞെടുപ്പ് കടപ്പത്രങ്ങൾ കൊടുത്തിട്ട് അത് വാങ്ങിയിട്ട് കാശ് അങ്ങോട്ട് ഡിപ്പോസിറ്റ് ചെയ്യുക. കാശ് തന്ന ആളിൻ്റെ പേരും പറയണ്ട, ഒരു കുന്തവും പറയണ്ട, എത്ര തന്നു എന്നും പറയണ്ട.
വെളിപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതിനെയാണ് സുപ്രീം കോടതി പറഞ്ഞത് ഇത് അറിയാനുള്ള അവകാശത്തെ, പൗരന്റെ അവകാശത്തെ നിഷേധിക്കുന്നതാണ്. ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ സംശുദ്ധമായിട്ട് സുതാര്യമായിട്ട് നടക്കണമെങ്കിൽ അവിടെ ചെലവഴിക്കപ്പെടുന്ന പണത്തിന്റെ കണക്കും വേണം. അതറിയാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്. എങ്കിലേ ജനാധിപത്യ പ്രക്രിയ നന്നായിട്ട് പോവുകയുള്ളൂ, അല്ലെങ്കിൽ ജനാധിപത്യത്തിനകത്ത് കളങ്കമുണ്ടാകും എന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി ഇത് ഭരണഘടനയിലെ 19-ാം വകുപ്പിന്റെ ലംഘനമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതിനെ റദ്ദാക്കിയത്, ഇലക്ട്രൽ ബോണ്ട് പരിപാടിയെ റദ്ദാക്കിയത്. അതിനെയാണ് നമ്മുടെ ഒരു പ്രധാനമന്ത്രി, ഭരണഘടനയെ തൊട്ട് സത്യം ചെയ്ത നമ്മുടെ പ്രധാനമന്ത്രി ഇങ്ങനെ ബാലിശ്യമായിട്ട് അതിനെ ഇവന്റെ കുചേരൻ കൃഷ്ണന്റെ അടുത്ത് അവൽപുതിയായിട്ട് പോയതുമായിട്ട് താരതമ്യം ചെയ്തിട്ട് വ്യാഖ്യാനിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, അപ്പൊ അതിന് ഉദ്ദേശം മനസ്സിലായില്ല. സഹിക്കുന്നില്ല. സുപ്രീം കോടതി വിധി അങ്ങോട്ട് കേന്ദ്രത്തിനും നമ്മുടെ പ്രധാനമന്ത്രിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ ഇതുവരെയും പറ്റിയിട്ടില്ല എന്നതിന്റെ തെളിവ് കൂടിയാണ്.